ഹലോ മൈ ഡിയർ ലേണേഴ്സ്. യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്നുള്ള പോയം ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നാളെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് എക്സാമിന്. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ സമ്മറി നോക്കി പോവാം. അത്രേ ഇപ്പോൾ ഈ ക്ലാസ്സും കൊണ്ട് നിങ്ങൾക്ക് പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ചാപ്റ്ററും നാളെ ഒരു സമ്മറിയും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററി വേൾഡിൽ കേട്ടോ. പിന്നെ ഹ്യൂമനിസം ആൻഡ് ലോജിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇനിയിപ്പോൾ എക്സാം ആകുമ്പോഴേക്കും ഫുൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം. പറ്റുകയാണെങ്കിൽ ഇടാം. അപ്പോൾ എന്തായാലും ഇപ്പം ഇത് നോക്കാം. യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്നുള്ളത് പാബ്ലോ നെരൂദയുടെ പോയാണ്. പാബ്ലോ നെരൂദ ഒരു ചിലിയൻ പോയിട്ടാണ്. ചിലിയിൽ ഉള്ള ഒരു പോയിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാബ്ലോ നെരൂദയെ അറിയാത്തവരായിട്ട് വളരെ റെയറായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയാണ് യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ലാ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്നാണ്. ലാ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി. ഇത് സ്പാനിഷ് ലാംഗ്വേജിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1950 1950 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൻ്റെ ആ ഒരു സിറ്റുവേഷൻ 20th സെഞ്ച്വറിയിലും ഏർലി 20th സെഞ്ച്വറിയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോയമാണ് ഇത്. അതായത് ഇമ്പീരിയലിസത്തെക്കുറിച്ചും മൾട്ടിനാഷണൽ കമ്പനിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും, അതായത് ഈ കൊക്കക്കോള കമ്പനി, പിന്നെ അനക്കോണ്ട മൈനിങ് കമ്പനി, ഫോർഡ് മോട്ടോഴ്സ്, യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ആ ഇക്കോണമിയെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ടേം അതായത് ഈ കമ്പനികളൊക്കെ തന്നെയും അവർ പൊളിറ്റിക്സിലും അതുപോലെ തന്നെ എക്കണോമിക്സിലുമൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ബനാന റിപ്പബ്ലിക്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ റൈറ്ററായ ഹെൻറിയാണ്. ടു റെഫർ ടു ദി ബാക്ക്വേർഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. ബാക്ക്വേർഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനെയാണ് ഈ ബനാന റിപ്പബ്ലിക്സ് എന്നുകൊണ്ട് അദ്ദേഹം മെയിൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഗവൺമെൻറ്റ്സ് ഹാഡ് ബീൻ ടേക്കൺ ഓവർ ബൈ ദി ഡിക്റ്റേറ്റേഴ്സാണ് അവിടുത്തെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. ഈ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ ഈ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും, വർക്കേഴ്സിനെ സപ്രസ് ചെയ്യും, മിലിറ്ററി പോലീസ് ഫോഴ്സിനെയൊക്കെ യൂസ് ചെയ്തിട്ട് അതൊക്കെ അവർക്ക് ഫേവറബിളായിട്ട് മാറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ ആ അവസ്ഥയെ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് അന്നത്തെ സിറ്റുവേഷൻ മാത്രമല്ല, അപ്പോൾ ഈ കണ്ടംപററി റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയം കൂടിയാണ് ഈ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്ന് പറയുന്നത്. ഇതൊരു സറ്റാറിക്കൽ പോർട്രയലായിട്ട് മൾട്ടിനാഷണൽ കമ്പനിയെ സറ്റാറൈസ് ചെയ്തുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ആ രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ദേ ഇൻവൈറ്റഡ് ദ കൺട്രീസ് റാദർ ദാൻ ഡൂയിങ് വാട്ട് ദേ ഹാഡ് ഡിസ്കൈസ് ദംസെൽഫ് ആസ് ഡൂയിങ്. അവർ നല്ലത് ചെയ്യാണ് രാജ്യങ്ങൾക്ക് എന്ന ധാരണയിൽ ഈ വർക്കേഴ്സിനെയും അതായത് രാജ്യങ്ങളെയും അവിടുത്തെ റിസോഴ്സിനെയും ഒക്കെ എന്ത് ചെയ്യണു, കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ലീഡേഴ്സിനെ ഗവൺമെൻറ്റിനെ ഒക്കെ വല്ലാതെ സ്വാധീനിക്കുകയും ആ രാജ്യത്തെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഈ കമ്പനീസൊക്കെ ദ ഇൻഫ്ലുവൻസ് ദ റീജിയൻ. അവിടെ സിൻസ് റിവാർഡ് ദ ലീഡേഴ്സ് ഹു സാക്രിഫൈസ് ദ പീപ്പിൾ ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫേവേഴ്സ്. അപ്പോൾ ഇവർക്ക് ഫേവറബിളായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവും. ഇതിന് ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന എക്സലൻറ്റ് എക്സാമ്പിൾ ഈസ് ദ ബനാന മാസക്കേഴ്സ്. അവിടെ മിലിറ്ററി ഈ സ്ട്രൈക്കിംഗ് വർക്കേഴ്സിനെ നേരെ ഫയർ ചെയ്യുകയും ധാരാളം 2000-ഓളം വർക്കേഴ്സ് അതിൽ കൊല്ലപ്പെടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നെരൂദ യൂസസ് ദ മെറ്റഫർ ഓഫ് ദ ഫ്ലൈസ്
ടു റെഫർ ടു ദി ടിറൻസ് ഹു ബെനിഫിറ്റഡ് ബൈ കില്ലിങ് ദ സിറ്റിസൻസ്. അപ്പോൾ ഇതിൽ ഫ്ലൈസ് എന്ന ഒരു മെറ്റഫർ നെരൂദ യൂസ് ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെ ടിറൻസിനെ, അതായത് അവിടെ ഈ വർക്കേഴ്സിനെയും അതുപോലെ തന്നെ അവിടെയുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ ഒരുപാട് ദ്രോഹിക്കുകയും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ, ദേ ബെനിഫിറ്റഡ് ബൈ കില്ലിങ് ദെയർ സിറ്റിസൻസ്, അവരുടെ സിറ്റിസൻസിനെ, അവരുടെ രാജ്യത്തിലെ സിറ്റിസൻസിനെ തന്നെ കൊല്ലുകയും എന്നിട്ട് അവർക്ക്, അതായത് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കമ്പനീസിന് ഫേവർ ചെയ്യുന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ഒരു യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്നുള്ള ആ പോയത്തിൻ്റെ ഒരു സക്സസ് അത് ഒരിക്കലും കുറയുന്നില്ല. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷനിലും ഈ ഒരു പോയം റെലവൻ്റ് ആണ്. ഇനി ഇതിൻ്റെ സ്റ്റാൻസ ലൈൻ ബൈ ലൈൻ സമ്മറി പറയുകയാണെങ്കിൽ, വെൻ ദ ട്രംപറ്റ് സൗണ്ടഡ്, അങ്ങനെയാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഓൾ പ്രിപ്പയർഡ് ഓൺ ദി എർത്ത്. അപ്പോൾ ഈ ട്രംപറ്റിൻ്റെ സൗണ്ട് കേൾക്കണു. അപ്പോൾ ഭൂമിയിൽ എല്ലാത്തിനും റെഡിയാവാണ്. കാരണം എന്തിനും റെഡിയാവാണ്? ദ ജഹോവ പാസൽഡ് ഔട്ട് ദി എർത്ത് ടു കൊക്കക്കോള. അതായത് ഭൂമിയെ തന്നെ ഈ കമ്പനികൾക്ക് വിൽക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് കൊക്കക്കോള, അനക്കോണ്ട, ഫോർഡ് മോട്ടോഴ്സ്, ദ ഫ്രൂട്ട് കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ഭൂമിയെ തന്നെ വിൽക്കുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് റിസർവ്ഡ് ഫോർ ഇറ്റ്സെൽഫ് ദ മോസ്റ്റ് സക്കലൻറ്റ് ദ സെൻട്രൽ കോസ്റ്റ് ഓഫ് മൈ ഓൺ ലാൻഡ്. അപ്പോൾ ആ എൻ്റെ തന്നെ ഭൂമിയെ വിൽക്കുന്നു. ദ ഡെലിക്കേറ്റ് വേസ്റ്റ് ഓഫ് അമേരിക്ക, ഇറ്റ് റീക്രിസ്റ്റൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആസ് ദി ബനാന റിപ്പബ്ലിക്സ്. അപ്പോൾ അമേരിക്കയിലുള്ള അതിൻ്റെ ഡെലിക്കേറ്റ് വേസ്റ്റ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ അതിൻ്റെ മർമ്മ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ, ഇതിനെയെല്ലാം റീക്രിസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ അവരെ വീണ്ടും ക്രിസ്ത്യനൈസ് ചെയ്തു ബനാന റിപ്പബ്ലിക്സ് ആയിട്ട്. എന്ന് വെച്ചാൽ അവിടെയാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കമ്പനീസ് ഈ രാജ്യങ്ങളെയൊക്കെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And over the sleeping dead, over the restless heroes who brought about the greatness, the liberty and the flags. അപ്പോൾ അങ്ങനെ ഇതെല്ലാം അവരുടെ പ്രദേശങ്ങളെല്ലാം ഇങ്ങനെയുള്ള കമ്പനികൾക്കായിട്ട് വിൽക്കുമ്പോഴും അവിടെയുള്ള ആൾക്കാർ അതൊക്കെ വലിയൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ ഈ കമ്പനികളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നവർ ഒരു ഹീറോസ് ആയിട്ടൊക്കെയാണ് അവർ തന്നെ വിചാരിക്കുന്നത്. ഹു ബ്രോട്ട് അബൌട്ട് ദി ഗ്രേറ്റ്നെസ്, ലിബർട്ടി ആൻഡ് ദ ഫ്ലാഗ്സ്. അപ്പോൾ എത്രയോ കഷ്ടപ്പെട്ടാണ് ഈ നാഷണൽ ലീഡേഴ്സൊക്കെ ഈ രാജ്യങ്ങൾക്ക് ഫ്രീഡം നമുക്ക് നേടിത്തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ആ നാഷണൽ ലീഡേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ രാജ്യം ഇങ്ങനെയൊക്കെ ആക്കി മാറ്റണമെന്നതിൽ. പക്ഷേ അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ രാജ്യങ്ങളെയൊക്കെ മൾട്ടിനാഷണൽ കമ്പനികൾക്കായിട്ട് വിറ്റിട്ടുള്ളത്. ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ കോമിക് ഓപ്പറ, അബോളിഷ് ദ ഇൻഡിപെൻഡൻസീസ്, പ്രസൻറ്റഡ് ക്രൗൺസ് ഓഫ് സീസർ, അൺഷീത്ത് എൻവി, അട്രാക്റ്റഡ് ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ഫ്ലൈസ്. അപ്പോൾ അതിൽ അങ്ങനെ ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഈ മൾട്ടിനാഷണൽ കമ്പനീസ്, അതും ഒരു രീതിയിൽ ഇമ്പീരിയലിസം ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനെ ഫ്ലൈസ് ആയിട്ട് പറയുന്നു, ഈച്ചകളായിട്ട് പറയുന്നു. പലതരം ഈച്ചകളാണ്. ഈച്ചകൾ എവിടെയാണ് ഭക്ഷണം എന്ന് അന്വേഷിച്ച് നടക്കുന്ന പോലെയാണ് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാൻ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ചീപ്പായിട്ട് ലേബറേഴ്സ് കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയാണ് എന്ന് അന്വേഷിച്ച് മണപ്പിച്ച് നടക്കുന്ന ഈച്ചകളായിട്ടാണ് ഈ കമ്പനികളെ പറയുന്നത്. അതിൽ കുറേ ട്രൂജിലോ ഫ്ലൈസ്, ടാക്കോ ഫ്ലൈസ്, അങ്ങനെ കുറേ ഈച്ചകളുടെ പേര് പറയുന്നുണ്ട്. ഓഫ് മോഡസ്റ്റ് ബ്ലഡ് ആൻഡ് മെർമലേഡ് ഡ്രങ്കൺ ഫ്ലൈസ് ഹു സൂം ഓവർ ദി ഓർഡിനറി ഗ്രേവ്സ്, സർക്കസ് ഫ്ലൈസ്, വൈസ് ഫ്ലൈസ്, വെൽ ട്രെയിൻഡ് ഇൻ ടിറനി. അപ്പോൾ ഇങ്ങനെയുള്ള ഈച്ചകളെല്ലാം എന്തിന് ട്രെയിൻഡാണ്? അരാജകത്വത്തിൽ ട്രെയിനിങ് നേടിയിട്ടുള്ള ഈച്ചകളാണ് ഇവരൊക്കെ. എന്ന് വെച്ചാൽ ആ കമ്പനികളെല്ലാം തന്നെ എങ്ങനെയൊക്കെ ഈ രാജ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങളാണ്. എമംഗ് ദ ബ്ലഡ് തേഴ്സ്റ്റി ഫ്ലൈസ്, ബ്ലഡ് തേഴ്സ്റ്റി, ചോര ഊറ്റി കുടിക്കാനായിട്ട് ദാഹിച്ച് വരുന്ന ഈച്ചകളാണ് ഈ കമ്പനികൾ. അങ്ങനെ ഫ്രൂട്ട് കമ്പനി അവരുടെ ഷിപ്പുകൾ അവിടെ ലാൻഡ് ചെയ്യണു, കോഫിയും ഫ്രൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കമ്പനികളിലേക്ക് കൊണ്ടുപോകുന്നു.
Meanwhile, Indians are feeling into Surgut Cham of the harbors, wrapped for burials in the midst of tan, a body rolls. A thing that has no name, a fallen cipher, a cluster of the dead fruit thrown down on the den. അപ്പോൾ ഇന്ത്യൻസ് എന്ന് പറയുന്നത് ആ റെഡ് ഇന്ത്യൻസിനെയും പറയുന്നുണ്ട്, ഇന്ത്യക്കാരെയും നമുക്ക് പറയാം. എല്ലായിടത്തും എല്ലാ ഡെവലപ്പിംഗ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും ഇങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനി കൊണ്ട് നിറയ്ക്കുകയും അവർ നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ ട്രഡീഷനെയും ഒക്കെ ഒരുപാട് മാറ്റിമറിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഇത് പാബ്ലോ നെരൂദ ആ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെയും മറ്റു രാജ്യങ്ങളുടെയും ഒക്കെ അവസ്ഥയും ഇത് തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഇപ്പോഴും പല രാജ്യങ്ങളും കടന്നു പോകുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടും കണ്ടംപററി റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയം കൂടിയായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അതിൻ്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ സ്റ്റഡി മെറ്റീരിയലിലുണ്ട്. അപ്പം ഞാനത് ലൈൻ ബൈ ലൈൻ വായിച്ച് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇനി 4th സെം തുടങ്ങി ഇങ്ങനെ വായിച്ച് സമ്മറി മാത്രം പറയുമ്പോൾ അത് കുറച്ചാവില്ലേ, ബാക്കിയുള്ളത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതിരിക്കുമോ, അതിന് എക്സാമിന് ആ പോയിൻറ്റ്സൊക്കെ വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒരുപാട് ലെങ്തി വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ അങ്ങോട്ട് അത്രയും എക്സാമിൻ്റെ ദിവസം അങ്ങനെ ഒരു സമ്മറി മാത്രം കേട്ടുപോയി എക്സാം എഴുതുന്നവരാണല്ലോ മിക്ക കുട്ടികളും. അപ്പോൾ മീൻസ് പഠിക്കും, ബുക്ക് നോക്കി പഠിക്കും. യൂട്യൂബ് എന്ന് പറയുന്ന സമ്മറി മനസ്സിലാക്കാൻ ആണ് യൂട്യൂബ് ക്ലാസ്സസ് നിങ്ങൾ പലരും അത് കാണുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ സൗകര്യത്തിനാണ് ആ സമ്മറി വൈസ് ഞാൻ അപ്ലോഡ് ചെയ്ത് പോണത്. അല്ല, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഓരോ ചാപ്റ്ററിനെ കുറിച്ചും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്ത് തരാം, അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിനും ചിലപ്പോൾ 2 വീഡിയോസ് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്യേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ 4th സെം തുടങ്ങി നമുക്ക് കറക്റ്റായിട്ട് ഓരോ ബുക്കുകളും കറക്റ്റ് ചാപ്റ്റേഴ്സായിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.